പത്രങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് വലിയ വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. കിരൺ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പത്രവിശേഷമായി. കിരൺ ബാബു, സ്വാഗതം. എന്തൊക്കെയാണ് ഇന്ന് പത്രം 18-ൽ? വെരി ഗുഡ് മോർണിംഗ് ടു യു. നമസ്കാരം പ്രദീപ്, നമസ്കാരം അശ്വതി. എന്തായാലും ഇന്നത്തെ പത്രങ്ങളുടെ ഒന്നാം പേജ് വൈവിധ്യപൂർണ്ണമാണ്. ഏകദേശം ഒരു വാർത്ത മാത്രമാവും ഏകദേശം 3/4% പത്രങ്ങളിലും പ്രധാനമായും തന്നെ വന്നിട്ടുള്ളത്. അത് പാകിസ്ഥാൻ ഇന്നലെ ഒരു നിർദ്ദേശം അപ്രതീക്ഷിതമായി വെച്ചിരുന്നു. അങ്ങനെ ഒരു അഭ്യർത്ഥന ഇന്ത്യയുടെ മുന്നിൽ വെച്ചു. ഞങ്ങൾ യുദ്ധം കൊണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, കാശ്മീരിൻ്റെ വിഷയമടക്കം. പക്ഷേ വളരെ വേഗത്തിലാണ് അതിലെ എന്തോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി തിരിച്ചറിഞ്ഞാവണം. വളരെ വേഗത്തിലാണ് പ്രധാനമന്ത്രി, പിന്നീട് പാക് പ്രധാനമന്ത്രി അതിന് ഒരു ഉപാധി കൂടി മുന്നോട്ട് വെച്ചത്. ഇന്ത്യ അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ഉപാധി കൂടി മുന്നോട്ട് വെച്ച് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അത് വളരെ എന്താണ് പാകിസ്ഥാന്റെ നീക്കത്തിന് പിന്നിൽ, അതിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട എന്താണ്? പാകിസ്ഥാൻ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായ വളരെ വലിയ ഒരു കടത്തിൻ്റെ അവസ്ഥ, ആഗോള കടം, എവിടെ നിന്നും കടം ലഭിക്കാത്ത അവസ്ഥ, ഇങ്ങനെ ഒരു ഗ്രേ പട്ടികയിൽപ്പെടുത്തിയതിനാൽ, ഭീകരവാദികളെ സഹായിക്കുന്നു എന്ന പേരിൽ ഗ്രേ പട്ടികയിൽപ്പെടുത്തിയതിനാൽ കടം കിട്ടാത്ത അവസ്ഥ, ഇത് മറികടക്കാനാണോ എന്നുള്ള പലതരത്തിലുള്ള വിശകലനങ്ങളും വാർത്തകളും എല്ലാം എല്ലാ പത്രങ്ങളും വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രധാന പത്രങ്ങൾ, മറ്റ് ഒന്നാം പേജ് വാർത്തകൾ, ഓരോ പത്രവും വ്യത്യസ്തമായ വാർത്തകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രധാന പത്രങ്ങളിലേക്ക് ഒന്ന് നോടിച്ചു വരാം. ചർച്ചയ്ക്ക് പാക് ഉപാധി എന്നുള്ളതാണ് മനോരമയുടെ പ്രധാന വാർത്ത. മറ്റു പത്രങ്ങളും ഇത് പ്രധാന വാർത്തയായി തന്നെ ഒന്നാം പേജിൽ വളരെ ഇതിൽ പ്രധാനമായി നിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഷ്കർ ഉപമേധാവി മക്കി UN ഭീകര പട്ടികയിൽ, ഇന്ത്യയുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അത്. ആ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു രാഷ്ട്രീയ നയതന്ത്ര വിജയം കൂടിയാണ്. അതുകൂടി പ്രധാന പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, 2024 മോദി നയിക്കും എന്ന് പറയുന്നതാണ് അമിത്ഷായുടെ. രാജീവ് മേനോന്റെ വാർത്തയാണ്. BJPയുടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദയായിരിക്കും തുടരുക എന്നുള്ളതായിരുന്നു മറ്റു പത്രങ്ങളെല്ലാം ഹെഡ്ലൈനായി കൊടുത്തത്. മറ്റ് പ്രധാന പത്രങ്ങളെല്ലാം അങ്ങനെയാണ് വാർത്ത. പക്ഷേ അതിനപ്പുറത്തേക്ക് ജനത്തിന് താല്പര്യമുള്ളത് 2024 മോദി തന്നെയാവുമോ നയിക്കുക, അതോ നദ്ദയുടെ പ്രസിഡന്റ് സ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള താല്പര്യം വരുന്നത് അവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായി അതേ ഹെഡ്ലൈൻ തന്നെ നൽകിയിരിക്കുന്നത്. രാജീവ് മേനോന്റെ ബൈലൈനിലാണ് വാർത്ത വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും. മറ്റൊരു പ്രധാന വാർത്ത മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്നതാണ്. പ്രൊഫഷണൽ ടാക്സ് കൂട്ടിയേക്കും എന്നുള്ളതാണ്. പ്രൊഫഷണൽ ടാക്സിൽ വർധന ഉണ്ടാകുന്നു, ധനമന്ത്രി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള പ്രൊഫഷണൽ ടാക്സ് 25 വർഷം മുമ്പ് നിശ്ചയിച്ച ടാക്സാണ്. ആ ടാക്സിലാണ് ഇപ്പോൾ വർധന വരാൻ പോകുന്നത്. 6 മാസത്തെ ശമ്പള വരുമാനം 12,000 രൂപയിലേറെ ഉള്ളവരിൽ നിന്നാണ് 6 മാസത്തിലൊരിക്കൽ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കേണ്ടത്. ഓരോ വരുമാന പരിധിയിലും എത്ര രൂപയാണ് ടാക്സ് പിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ളത്, അതിൻ്റെ ഒരു പ്രത്യേക ചാർട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസ് ഗുണ്ട കൂട്ടുകെട്ട് എന്നുള്ളതാണ്. അത് വളരെ വിശദമായി തന്നെയാണ് AS ഉല്ലാസിന്റെ വാർത്തയും അടക്കം വിവിധ ലേഖകരുടെ വാർത്തയടക്കം മനോരമ നൽകിയിട്ടുള്ളത്. മനോരമ നൽകിയിട്ടുള്ളതുപോലെ തന്നെ മാതൃഭൂമിയും കേരള കൗമുദിയും മാധ്യമവും മംഗളും ദേശാഭിമാനിയടക്കമുള്ള പത്രങ്ങളെല്ലാം തന്നെ അത് വളരെ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ പോലീസിലെ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാവുന്നത്, പോലീസിലെ DYSPമാർക്കെതിരെയും CIമാർക്കെതിരെ SIമാർക്കെതിരെ അടക്കം ഗുണ്ടകളുമായി കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ ഗുണ്ടകളെ സഹായിക്കുന്ന അവരുടെ ഒരു കാക്കിയിട്ട ക്രിമിനലുകൾക്കെതിരെയുള്ള നടപടി സംബന്ധിച്ചും അവരുടെ ബന്ധം സംബന്ധിച്ചുമുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളും നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം സംബന്ധിച്ചാണ്. ക്ലാസ് മുറിയിൽ ഇരിപ്പിടത്തിൽ ജെൻഡർ വേർതിരിവ് പാടില്ല എന്ന് കരട് മാർഗനിർദ്ദേശത്തിൽ NCERT നിർദ്ദേശമുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ആൺകുട്ടികൾക്ക് പ്രത്യേക ബെഞ്ച്, പെൺകുട്ടികൾക്ക് പ്രത്യേക ബെഞ്ച് എന്നുള്ളത് പാടില്ല. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല സ്കൂളുകളിലും ഇത് വളരെ വിജയകരമായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ പാഠ്യപദ്ധതി പരിഷ്കരണം, ചട്ടക്കൂട് മാർച്ച് 31 എന്നുവരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം, 31 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്നുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കൂടി നിർദ്ദേശം, ഇതുവരെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന പാഠം പഠിക്കാൻ പാടാണ്, ഇത്തരത്തിലുള്ളത് പ്രയാസമാണ്, ഇത്തരത്തിലുള്ളത് കൂടുതൽ താല്പര്യമുണ്ട്. ആ കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമുള്ളത്. നമ്മളാരും പഠിക്കുന്ന കാലത്തൊന്നും കുട്ടികൾക്ക് അതിൽ എവിടെയും ഒരു പങ്കുമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, കുട്ടികളുടെ കൂടി അഭിപ്രായം തേടുന്നു. ആ അഭിപ്രായങ്ങൾ കൂടി തേടിയാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അതൊരു ഭാഗമാകുന്ന വിപ്ലവകരമായ നീക്കം തന്നെയാണ് അത് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രത്യേകമായി തന്നെ അതാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗമാണ്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനത്തിൽ വലിയ മേന്മ അവകാശപ്പെടാനും കേരളത്തിന് കഴിയില്ലെന്നും എവിടെയോ പിഴച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള NGO യൂണിയന്റെ വജ്ര ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്നും ആ ജീവിതമാണെന്ന് കണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണം എന്നുള്ള വലിയൊരു മുന്നറിയിപ്പടക്കം ഉദ്യോഗസ്ഥർക്ക് നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർ
മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടില്ല, നിങ്ങൾക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട് എന്ന് ഭരണപക്ഷ ഉദ്യോഗസ്ഥരുടെ യൂണിയന്റെ സമ്മേളനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ പിഴവ് തിരുത്തണം എന്ന് ആവർത്തിച്ച് പറയുന്നു. ജനങ്ങളുടെ അഭിപ്രായം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടുകൾ ആണ് സാധാരണ ജനങ്ങളെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും അകറ്റി നിർത്തുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് മനോരമയുടെ വാർത്ത, ലോക സാമ്പത്തിക ഫോറം പിരിച്ചുവിടലും അടച്ചുപൂട്ടലും തുടരും എന്നുള്ളതാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി നടത്തിയ സർവേ, ലോകത്തെ ഒട്ടുമിക്ക സാമ്പത്തിക വിദഗ്ധരും പങ്കെടുത്ത സർവേയിൽ ഈ വർഷം അവസാനത്തോടുകൂടി വലിയ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോകും എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ പ്രധാനപ്പെട്ട പല പത്രങ്ങളും, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ അത് വലിയ വാർത്തയായി തന്നെ നൽകുമ്പോൾ കേരളത്തിലെ മലയാള പത്രങ്ങൾ പലരും അത് വേണ്ടത്ര ഗൗരവത്തോടുകൂടി അങ്ങനെ ഒരു വാർത്ത നൽകിയിട്ടില്ല. മനോരമ അടക്കം വളരെ ചെറുതായി തന്നെയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് ലോകത്തെ സാമ്പത്തിക വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് കേരളമടക്കം വിദേശ വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വിദേശ രാജ്യങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ അടക്കം നമ്മുടെ ആഭ്യന്തര സാമ്പത്തിക അവസ്ഥ അടക്കം നിൽക്കുന്നത്. അത്രത്തോളം പ്രവാസികൾ വിവിധ രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ച സ്വാഭാവികമായും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പഞ്ചാബിനെയൊക്കെ ആയിരിക്കും അതുപോലെ ബാധിക്കുക. പഞ്ചാബിലൊക്കെ കൃഷിയൊക്കെ ഉണ്ടതുകൊണ്ട് അവർക്ക് മറ്റു തരത്തിൽ വലിയ തോതിൽ ഉൽപ്പാദന മേഖലയുണ്ട്, പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ കേരളത്തിന് അതുകൂടി കഴിയില്ല, അത്രത്തോളം ഉപഭോക്തൃ സംസ്ഥാനമായി നിൽക്കുന്നത്. പക്ഷേ ആ വാർത്തയുടെ ഒരു ഗൗരവത്തിൽ മറ്റു പത്രങ്ങളിലും കാര്യമായ രീതിയിൽ അത് നൽകിയിട്ടില്ല, വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് മാതൃഭൂമിയിലെ ഒരു പ്രധാന 1-ാം പേജിൽ തന്നെ നൽകിയിരിക്കുന്ന വാർത്തയാണ്, പാർട്ടിക്കാർ വീട്ടിൽ വരരുത്, ഭാര്യ എന്നെ ചുവപ്പ് പുതപ്പിച്ചോളും എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ 82 ലക്ഷം രൂപ നിക്ഷേപമുള്ള ഒരു CPM പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് ചികിത്സയ്ക്കായി ആകെ അഭ്യർത്ഥിച്ചപ്പോൾ 2 ലക്ഷം രൂപ മാത്രമാണ് വിട്ടുകിട്ടിയത്. 82 ലക്ഷം രൂപ സ്വന്തം അധ്വാനത്തിലുള്ള പൈസ ബാങ്കിൽ കിടക്കുമ്പോഴാണ് ചികിത്സയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടത്. മനം പൊട്ടി അദ്ദേഹം എഴുതിയ, ഈ ബാങ്ക് മാനേജർക്കും മറ്റുള്ളവർക്കും എഴുതിയതാണ്, ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് എന്നെ ചെങ്കൊടി പുതയ്ക്കാൻ വേണ്ടി നിങ്ങളാരും വരേണ്ടതില്ല, എൻ്റെ ഭാര്യ എൻ്റെ ദേഹത്ത് ചെങ്കൊടി പുതച്ചോളൂ, എനിക്ക് പാർട്ടിയോട് സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ സംവിധാനത്തോട് എനിക്ക് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആ വാർത്തയും 1-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ജോഡോ യാത്രയിൽ CPI പങ്കെടുക്കും, CPM നിലപാട് മാറ്റിയേക്കും എന്നുള്ളതാണ്. ജോഡോ യാത്ര കശ്മീരിലെത്തുമ്പോൾ ശ്രീനഗറിൽ നടക്കുന്ന റാലിയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ്. CPI അതിൽ പങ്കെടുക്കുമെന്നും CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ തന്നെ അതിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വവും പങ്കെടുക്കുന്നുണ്ട്. CPMന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. CPMനെയും ക്ഷണിച്ചിട്ടുണ്ട്. നേരത്തെ കശ്മീരിൽ നിന്ന് തരിഗാമി പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യെച്ചൂരി പറഞ്ഞത് അങ്ങനെ ഒരു ക്ഷണം ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്നാണ്. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ CPMും അതിൽ പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷ പാർട്ടികളുടെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്ന ഒരു വലിയ ഐക്യനിരയായി ഭാരത് ജോഡോ യാത്രയുടെ ശ്രീനഗറിലെ ഈ സമ്മേളനം മാറും. മറ്റൊന്ന്, ഭൂമിയുടെ ന്യായവില പുതുക്കും എന്നുള്ളതാണ്. PK മണികണ്ഠൻ്റെ വാർത്തയാണ്. PK മണികണ്ഠൻ്റെ വാർത്ത സ്വാഭാവികമായും കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. ന്യായവില വർദ്ധിക്കുമ്പോൾ ഭൂമിയുടെ കൂടുതൽ നികുതി നൽകേണ്ടി വരുന്ന അവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും. ഭൂമിയുടെ ക്രയവിക്രയത്തിലെല്ലാം അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷേ നികുതി കാലോചിതമായ പരിഷ്കരണം വേണം എന്ന് തന്നെയാണ് ധനമന്ത്രിയെ കൂട്ടിയത് ആ വാർത്തയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നികുതി ഘടനയിൽ എന്തായാലും മാറ്റമുണ്ടാവും, നികുതി വർധനവ് ഈ അടുത്ത ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ് പ്രധാനമായും ബാലഗോപാൽ നൽകുന്നത്. മറ്റേ നേരത്തെ തന്നെ പ്രൊഫഷണൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നവരും ബാലഗോപാലിൻ്റെ വാർത്ത മനോരമയിലുണ്ടായിരുന്നു. ഈ വാർത്തയിലും മറ്റ് ന്യായവില പുനർനിർണ്ണയം 12 വർഷത്തിന് ശേഷമാണെന്നുള്ളതും ബഡ്ജറ്റിൽ നികുതി കൂട്ടി വരുമാനം കണ്ടെത്തും എന്നുള്ളതും കൃത്യമായി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. കെട്ടിട നികുതിയും 5% കൂടും എന്നുള്ളത് കൂടി അതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, SN ട്രസ്റ്റിൻ്റെ സ്വത്ത് കേസുമായി ബന്ധപ്പെട്ടാണ്. ഭാരവാഹിത്വം തടയുമെന്നുള്ള ഏതെങ്കിലും ട്രസ്റ്റുകളിൽ ഭാരവാഹികളായിരിക്കുന്നവർ ട്രസ്റ്റിനെതിരെ കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ പങ്കാളികളായവർ അല്ലെങ്കിൽ ആ കേസിൽ നിൽക്കുന്നവർക്ക് അവിടെ ഭാരവാഹികളായി തുടരാൻ കഴിയില്ല. SN ട്രസ്റ്റിൻ്റെ ബൈലോ ഭേദഗതിയായിരുന്നു പ്രധാനമായും ഹൈക്കോടതി പരിഗണിച്ചത്. ആ ബൈലോ ഭേദഗതി അംഗീകരിച്ചിരിക്കുകയാണ്. അത് വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടിയാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ വെള്ളാപ്പള്ളി അങ്ങനെ എനിക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയില്ല എന്നുള്ള വിശദീകരണം അദ്ദേഹവും നൽകുന്നുണ്ട്. എന്തായാലും ആ കേസിൻ്റെ പശ്ചാത്തലവും എന്താണ് വെള്ളാപ്പള്ളി എന്തായാലും ഈ ഭേദഗതിയെ ശക്തമായി തന്നെ കോടതിയിൽ എതിർക്കുകയായിരുന്നു. അതടക്കമുള്ള വിവരങ്ങളെല്ലാം മാതൃഭൂമി മറ്റു പത്രങ്ങളും ഇത് വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ലോക്സഭ ലക്ഷ്യമിട്ട് കോൺഗ്രസ്, മനസ്സറിയാൻ നേതാക്കൾ വീടുകളിലെത്തുമെന്നുള്ളതാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി
കേരളത്തിലെ ഗൃഹസന്ദർശനം CPM ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസും അതേ രീതിയിലേക്ക് അങ്ങനെ ഒരു ഗൃഹസന്ദർശനത്തിലേക്ക് നേതാക്കൾ നേരിട്ട് ജനങ്ങളുടെ വീടുകളിലെത്തി എത്തുക, അവരുമായി സംസാരിക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അത് നേതാക്കളോട് പറയുമ്പോൾ ആ എതിർപ്പ് ഒരു പരിധിവരെ കുറയുമെന്നും ജനങ്ങളുമായി കൂടുതലൊരു ബന്ധമുണ്ടാകുമെന്നും ഒക്കെ കണക്കാക്കിയാണ് പ്രധാന നേതാക്കളടക്കം ഇങ്ങനെ ഒരു വീടുകൾ തോറും സന്ദർശനത്തിന് തയ്യാറാവുന്നത്. പ്രിയങ്കയെ പങ്കെടുപ്പിച്ച് 1,00,000 വനിതകളുടെ റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റാലി പത്തനംതിട്ടയിൽ റാലി തിരുവനന്തപുരത്ത് പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1,00,000 വനിതകളെ സ്ത്രീകളെ പങ്കെടുപ്പിച്ച് ഒരു റാലി കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തയും മാതൃഭൂമി പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ വാർത്ത മദ്യവിലയെക്കുറിച്ചാണ്. മദ്യവില എങ്ങനെയാണ് കാലാകാലങ്ങളിൽ മദ്യത്തിൻ്റെ വില കൂട്ടിക്കൂട്ടി സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുന്നത്. മദ്യത്തിൻ്റെ ഉപഭോഗം കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ കണക്കടക്കമുണ്ട്. 2005-06 45.2% 2020 എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ കുറവ് 19.9% കുറഞ്ഞു. ആകെ മദ്യവിൽപ്പനയിലും കുറവാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആകെ മദ്യവിൽപ്പന കൊണ്ടുണ്ടാകുന്ന വരുമാനത്തിൽ നേട്ടമാണ്. മദ്യത്തിൻ്റെ ആകെ അളവ് വിൽക്കുന്ന മദ്യത്തിൻ്റെ അളവ് കുറയുന്നു, പക്ഷേ വില കുറയുന്നില്ല. വില കൂട്ടിക്കൂട്ടി നികുതി കൂട്ടിക്കൂട്ടി ക്രമാതീതമായി നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഘട്ടത്തിലും മദ്യ ഉൽപ്പാദന കമ്പനികൾ ബലം പിടിക്കുമ്പോഴും അവരുടെ നികുതിക്ക് ഇളവ് കൊടുക്കുമ്പോഴും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓരോ കാലാകാലങ്ങളിലായി മദ്യത്തിൻ്റെ വില കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കുന്നത്, അതിൻ്റെ ഇതെത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ വിശദമായ ഒരു പരമ്പര തന്നെയാണ് മാതൃഭൂമി ആരംഭിച്ചിരിക്കുന്നത്. G. രാജേഷ് കുമാർ, MB ബാബു, രതീഷ് രവി, B. അജിത് രാജ് എന്നിവരാണ് ഈ പരമ്പര ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് പരസ്യ പ്രതികരണത്തിന് കേരള കൗമുദി വാർത്തയാണ്. CP ശ്രീകൃഷ്ണൻ്റേത്. പരസ്യ പ്രതികരണത്തിൽ ശശി തരൂരിനും മുരളിക്കും ഹൈക്കമാൻഡ് താക്കീത് എന്നുള്ളതാണ്. കേരള കൗമുദിയിൽ മാത്രമാണ് ആ വാർത്തയുള്ളത്. എന്തായാലും പരസ്യ പ്രതികരണത്തിന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു താക്കീത് ഉണ്ടായിരിക്കുന്നു. അത് മുരളിക്കും ശശി തരൂരിനുമാണ് ഈ താക്കീത് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. മറ്റൊന്ന് കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ ആർത്തവ അവധി നല്ല മാതൃക എന്നുള്ളത്. പെൺകുട്ടികൾക്ക് ആർത്തവ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രയാസമുണ്ട്. അതിന് അറ്റൻഡൻസിൽ ചില ഇളവുകൾ നൽകുന്ന സർവകലാശാലകളുടെ തീരുമാനം, അതിൽ അനുകൂലമായ രീതിയിലേക്ക് ഒരു എഡിറ്റോറിയൽ കേരള കൗമുദി എഴുതിയിരിക്കുന്നു. ദേശാഭിമാനി ഒരു പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് കൊളീജിയം വേണ്ട, സെർച്ച് കമ്മിറ്റിക്കായി കേന്ദ്രം എന്നുള്ളതാണ്. നടപടിക്രമം ഉടച്ചു വാർക്കണമെന്ന് സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര നിയമമന്ത്രി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിനിധികളെ വേണം എന്നുള്ള കൊളീജിയത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം നിയമമന്ത്രി ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ കൊളീജിയമേ വേണ്ട, സെർച്ച് കമ്മിറ്റി വഴി വേണം എന്നുള്ള കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദേശാഭിമാനിയുടെ നിലപാട് കൂടി വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത പ്രധാന വാർത്തയായി തന്നെ ഡൽഹിയിൽ നിന്ന് പ്രത്യേക ലേഖൻ പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാധ്യമത്തിൽ പ്രീ സ്കൂളിലും 5ാം ക്ലാസ്സുകളിലും അടുത്ത വർഷം മുതൽ പുതിയ പാഠപുസ്തകം എന്നുള്ളതാണ്. 5 ക്ലാസ്സുകളിലുമാണ്. ഏതെല്ലാം ക്ലാസ്സുകളിലാണ്? ഒന്നിടവിട്ട ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകം അടുത്ത വർഷം മുതൽ വരികയാണ്. അത് ഏതെല്ലാം ക്ലാസ്സുകളിലാണ് വരുന്നത് എന്നടക്കം വിശദമായ 2, 4, 6, 8, 10 ക്ലാസ്സുകളിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ നിലവിൽ വരും എന്നുള്ളതാണ്. അത് ഏത് വർഷമാണ് ഓരോ സ്കൂളിലും വരുന്നത്? ഈ വർഷം തൊട്ട് 24-25 വരുന്നത് 1, 3, 5, 7, 9 ക്ലാസ്സുകൾ. അതിൻ്റെ അടുത്ത വർഷം 2, 4 ആ ക്രമത്തിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ വരുന്നത്. അതിൻ്റെ വാർത്തയും കൂടുതൽ കുട്ടികൾക്കെല്ലാം താല്പര്യമുള്ള വാർത്ത തന്നെയാണ്. അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും താല്പര്യമുള്ള വാർത്ത മാധ്യമം പ്രധാനമായും തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മെട്രോ വാർത്തയിലെ ഒരു വാർത്തയാണ്. MB സന്തോഷിൻ്റെ വാർത്തയാണ്. TT-മാരില്ല ട്രെയിനുകളിൽ, വരുമാന നഷ്ടവും സുരക്ഷാ ഭീഷണിയും. ഈ TT-മാർ ആവശ്യത്തിന് TT-മാരുടെ പരിശോധന ഇല്ലാത്തത് കാരണം ട്രെയിനുകൾക്ക് വരുമാന നഷ്ടമുണ്ടാകുന്നു. അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ കയറുന്നവർ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലെ ടിക്കറ്റ് എടുത്തിട്ട് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് മാറുന്നവർ, അവരുടെ ഒരു നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാൻ കഴിയുന്നില്ല. TT-മാരില്ലാത്തത് കാരണം TT-മാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു സുരക്ഷാ ഭീഷണി കൂടി ഉയർന്നിരിക്കുന്നു. ഈ പല ഘട്ടങ്ങളിലും ഇത്തരം പരിശോധനകൾ വരുമ്പോഴാണ് സുരക്ഷാ ഭീഷണി ഒഴിവാക്കാൻ കഴിയുന്നത്. അത് ഇല്ല എന്നുള്ളതും പ്രത്യേക വാർത്തയായി തന്നെ മെട്രോ വാർത്ത നൽകിയിട്ടുണ്ട്. ഇനിയും മറ്റ് പല പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട പല വാർത്തകൾ നൽകാനുണ്ട്. പക്ഷേ സമയപരിധി മൂലം നിർത്തുകയാണ്. നാളെയും ഇതേ സമയത്ത് ഇതുപോലെ പത്രത്തിൻ്റെ വിശദാംശങ്ങളുമായി പത്രം 18.